ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അതും പ്രകാരം നമ്മൾ വണ്ടി ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് അത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഇതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് നമ്മളത് സർവീസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ ഏകദേശം ഒരു 90% ആയി നിൽക്കുന്നുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും ഔട്ട് വലിഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് കംഫർട്ടല്ല, ഒരു കല്ലപ്പ് പോലെയാണ് ബ്രേക്ക് വെക്കുക. അപ്പോൾ അത് ശരിക്കും ബ്രേക്ക് ലൈനർ കേബിൾ മാറ്റിയാലാണ് ക്ലിയർ ആവുള്ളൂ, കറക്റ്റ് നല്ല രീതിയിൽ ബ്രേക്കിങ് കറക്റ്റായി കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. വേണമെങ്കിലൊക്കെ ഈ സർവീസും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സർവീസിൽ നമുക്കത് റീപ്ലേസ് ചെയ്തിടാം. പിന്നെ ആ സൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോണ്ടല്ലോ അതിനകത്ത് 1-2 കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ്, അതിൻ്റെയാണ് ആ ശരിക്കും ആ കിരികിരി സൗണ്ട് പറഞ്ഞത് അതിൻ്റെയാണ്. നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഔട്ടറിൻ്റെ ഉള്ളിലുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചേക്കാണ് ക്ലച്ച് ഷൂ. തന്നെയല്ല നമുക്ക് ക്ലച്ച് വെയിറ്റ് സെറ്റ് ക്ലച്ച് ഷൂ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. ഇതും ഏകദേശം ഫുള്ള് തീർന്നു നിൽക്കണേ, മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലച്ച് ഷൂവും അതേപോലെ ഈ ക്ലച്ച് ഔട്ടറും ഈ വീലും കംപ്ലൈൻറ്റാണ്. ഈ വീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത് വണ്ടി നിർത്തിയിട്ട് തള്ളുമൊക്കെയുള്ള പറഞ്ഞ സൗണ്ട്, ആ ബാക്കിൽ നിന്നുള്ള മൂളിച്ച സൗണ്ട് കാണിക്കുന്നത് ഈ വീലിൻ്റെയാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ് കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് ആ പ്രോബ്ലം കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീല് ചേഞ്ച് ചെയ്തിടാം, ക്ലച്ച് ഔട്ടർ മാറ്റാം, ക്ലച്ച് ഷൂ മാറ്റാം. ഇത്ര ഐറ്റം ചെയ്താലാണ് അതുമായി ബന്ധപ്പെട്ട് 100% പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ മാക്സിമം ഇപ്പോഴും കൂടി നമുക്ക് അറിയാം ക്ലച്ച് ഷൂ ഏകദേശം മാക്സിമം തീർന്നതുണ്ടോ, എത്ര സ്റ്റെപ്പ് തേഞ്ഞ് തീർന്നേക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ക്ലീൻ ചെയ്ത് മാക്സിമം ഇട്ട് തരാം. പക്ഷെ അപ്പോഴും സൗണ്ട് കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും ഇത്. അതിന് ശേഷം മാറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുൾ സെറ്റായിട്ട് മാറ്റിയാലാണ് നമുക്ക് അതുകൊണ്ട് മെച്ചമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിപ്പോൾ ക്ലച്ച് ഔട്ടർ മാറ്റി ക്ലച്ച് ഷൂ തീരുമ്പോൾ ക്ലച്ച് ഔട്ടർ വീണ്ടും പോകും. ഈ വീല് മാറ്റാതെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ഈ ഇടുന്ന ഐറ്റംസ് നമുക്ക് നഷ്ടമായിട്ട് വരും. അപ്പോൾ ശരിക്കും അത് ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നമുക്കത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ക്ലച്ച് ഷൂ ക്ലച്ച് ഔട്ടർ ഈ യൂണിറ്റും കൂടി മാറ്റി ഈ പിന്നുകൾ മാറ്റി റീസെറ്റ് ചെയ്താൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് പിന്നെ ഈ ഭാഗത്ത് വരില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വേരിയേറ്റർ ബോഡിയുടെ ഭാഗമാണ്. അവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ രീതിയിലുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴും ബെൽറ്റ് നിലവിൽ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല, പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, പുതിയ ബെൽറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെ ആയിട്ടാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ആയിട്ടാണ് ചെയ്യേണ്ടത്. ബെൽറ്റോ ബെൻഡെക്സോ ആ ഭാഗങ്ങളൊന്നും ക്ലച്ചിൽ വേറെ പ്രശ്നങ്ങളില്ല. ബാക്ക് ബ്രേക്ക് ഷൂ മാറ്റാം, കേബിൾ മാറ്റിയിടാം. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയിട്ട് വരും. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വേറെ പറയത്തൊക്കെ ചെറിയൊരു ലീക്കേജ് പോലെ ഉണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. അത് നമുക്ക് മാക്സിമം ഈ തവണ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ വലിഞ്ഞ്, അതായത് ഫുൾ നമ്മൾ വലിച്ചാലും വലിഞ്ഞ് പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈറ്റായിട്ട് നിൽക്കാം. അത് ചോക്ക് കേബിൾ നമുക്ക് ഡെയിലി ശരിക്കും കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചോക്ക് കേബിൾ എന്തെങ്കിലും നമുക്കത് മാറ്റിയിടാം. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊടിക്ക് ടൈറ്റുണ്ട്, അതായത് ഇപ്പോൾ ഓയിലിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൈഡ് സ്റ്റാൻഡ് ഇവിടെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം, കാരണം സൈഡ് സ്റ്റാൻഡ് ഏതായാലും നമുക്ക് അത്യാവശ്യമാണല്ലോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ, അതിൽ നിന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ തന്നെ കുഷൻ അസംബ്ലിയുടെ ഈ റബ്ബർ ടൈപ്പ് ബുഷൊന്ന് മാറ്റിയിടാം, കാരണം ഈ സൈഡൊക്കെ പൊടിഞ്ഞ് വേണ്ടതുണ്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ആ കേബിൾ ഫുൾ ലോഡായിട്ട് എടുക്കുന്നുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. അതല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്കാണ് നമ്മൾ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി ലോഡാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇരിക്കുന്ന ബാറ്ററി 12 വോൾട്ട് ബാറ്ററിയാണ്, 5 ആമ്പിയറിൻ്റെ. അത് മിൻഡ എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.8 വോൾട്ടിൽ കൂടുതലുണ്ട്, 12.80 വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ്, ബാറ്ററി ഡാമേജ് ആയിട്ടാണ്, സെൽ ഡാമേജ് ആണ് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ വണ്ടി സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് 2-3 പ്രാവശ്യം നമുക്ക് അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 4ാമത്തെ പ്രാവശ്യം അടിച്ചാൽ വണ്ടി സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ബാറ്ററിയുടെ ആണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സീരിയസ് ഇഷ്യൂ ആയിട്ട് വരും, കാരണം സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ടാവാത്തൊരു കണ്ടീഷനിലേക്ക് വരും. ആ സമയത്ത് മനസ്സിലാക്കാം ബാറ്ററിയാണ് കംപ്ലയിൻറ്റ്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും കേട്ടോ.
പിന്നെ നമുക്ക് ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അടുത്ത സർവീസിൽ നമുക്ക് പ്ലഗും എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം പരമാവധി നെക്സ്റ്റ് സർവീസ് വരെ ഓടും എന്ന് വേണം വിചാരിക്കാനായിട്ട്. പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമായിട്ട് തോന്നണമൊന്നുമില്ല. പിന്നെ അത് നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം, എഞ്ചിൻ ഓയിൽ മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലച്ചിൻ്റെ ആ വീല്, ബ്രേക്ക് ലൈൻഡർ, കേബിൾ, എഞ്ചിൻ ഓയിൽ, സെക്കൻഡറി ഫിൽറ്റർ, ഫ്രണ്ടിലെ ആ ഗ്രീൻ ബുഷ്, ബ്രേക്കിൻ്റെ കേബിൾ, ഈ സൈഡ് സ്റ്റാൻഡ്, ഇതെല്ലാം പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.